ആയപ്പോഴേക്കും അമ്മയ്ക്ക് കുറച്ചുകൂടെ ധൈര്യമായി സൂക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ അതിൽ യേശുക്രിസ്തു നിൽക്കുന്നതാണ് കണ്ടത്. അതിൻ്റെ പിന്നിൽ ചില വിശുദ്ധന്മാരുണ്ട്. ആ കൂട്ടത്തിൽ അമ്മയ്ക്ക് കണ്ടുപരിചയമുള്ള ഏലിയാസ് തൃതീയൻ പാത്രിക്കീസ് ബാവായോട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചമ്മ അറിയാതെ. അപ്പോൾ നിന്റെ മകനെ എനിക്കാവശ്യമുണ്ട്, എന്ത് ചെയ്യണം എന്ന് ചോദിച്ചപ്പോൾ പുറകിൽ നിൽക്കുന്ന ഏലിയാസ് തൃതീയൻ പാത്രിക്കീസ് ബാവായുടെ നേരെ കർത്താവ് ചൂണ്ടിക്കാണിച്ചു. അവിടെ ഇരുന്ന് അമ്മ നേർന്നു അദ്ദേഹത്തിന് അടിമയായി കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്ത. ഇതിനു മുൻപ് തന്നെ ദൈവത്തിന്റെ ഇടപെടൽ തുടങ്ങിയിരുന്നു. 1-ാം തീയതി കയറാൻ വിളിക്കുന്നത് കൂടാതെ അയൽവക്കത്തുള്ള വീടുകളിൽ ഹൈന്ദവരോ ക്രിസ്ത്യാനികളോ ആരായാലും അസുഖം വരുമ്പോൾ വീട്ടിൽ വരും, അമ്മയോട് പറയും, അമ്മ എന്നെ വിളിച്ച് മത്തായി ശ്ലീഹായുടെ ഒരു നമസ്കാരമുണ്ട്, കന്യാശ്രീ അമ്മയോട് ബന്ധപ്പെട്ട മധ്യസ്ഥതയാണ്. ആ പുസ്തകം വായിച്ച് അതിലെ കുരിശിടുന്ന ഭാഗത്തെല്ലാം വെള്ളത്തിൽ ഓതണമെന്നുണ്ട്. ചെറിയ ഒരു പിഞ്ഞാണിയിൽ വെള്ളം കൊണ്ടുവച്ചിട്ട് അതിൽ ഓതി കൊണ്ടുപോകും. ആളുകൾക്ക് സൗഖ്യം കിട്ടാറുണ്ട്. ഇത് ദൈവത്തിന്റെ ഇടപെടലാണെന്ന് അന്ന് അമ്മ പറയാറുണ്ടെങ്കിലും ആരും അത് അംഗീകരിച്ചില്ല. അങ്ങനെ എല്ലാ രംഗങ്ങളിലും ദൈവത്തിന്റെ ഇടപെടൽ വന്നു. മലയിൽ കുരിശിൽ കാഴ്ചവെച്ച നാൾ മുതൽ പ്രത്യേകമായ ഇടപെടലുണ്ടായി. ഇതാണ് മലയിൽ കുരിശ് ദേറ. അന്ന് വളരെ ചെറിയൊരു പള്ളിയും കല്ലുകൊണ്ട് വളച്ചു പണിത ഒരു കബറിടവുമായിരുന്നു. പക്ഷേ പരിശുദ്ധനായ ചാത്തുരത്തിൽ ഗ്രിഗോറിയോസ് ബാവായുടെ തിരുശേഷിപ്പും വിശുദ്ധനായ ഇഗ്നാത്തിയോസ് ഏലിയാസ് തൃതീയൻ പാത്രിക്കീസ് ബാവായുടെ തിരുശേഷിപ്പും ഉസ്താത്തിയോസ് ബാവായുടെ കബറിടമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. 3 മാസത്തിലൊരിക്കൽ പരിശുദ്ധ പിതാവായ യൂലിയോസ് ബാവ ഇവിടെ വന്ന് താമസിക്കും. ചെറുപള്ളിവാളിയാൽ കുര്യാക്കോ ദാനമായി കൊടുത്തതാണ് ഈ 23 ഏക്കർ സ്ഥലവും ഈ ദേറായി. എൻ്റെ കുടുംബക്കാരായിരുന്നു, ആകുന്നു എന്നുള്ളതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ എന്നും പ്രാർത്ഥിക്കുന്ന കുറേ ആളുകളുണ്ട്, ദേറായക്കാർ ഉണ്ട്. പ്രത്യേകിച്ച് തൊവലൻ സ്കറിയ റമ്പാൻ, കുഴിയാഞ്ഞാൽ ജോസഫ് കശീശ, ചെറുവിള്ളിൽ അബ്രാഹം കശീശ, ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ അനവധി അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഒത്തിരി പേര് ഒന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നു. ഇപ്പോൾ ഇവിടെ ഉള്ളത് ഒരു ശരിയായ ഭാഷയിൽ പറഞ്ഞാൽ ഉഗ്ര സന്യാസിയാണ്. ഒരു ജോസഫ് ഷമാശിനിവിടെ ഉണ്ട്. ഇതിനിടയിൽ 1952 മുതൽ 3 വർഷം അന്നത്തെ പീലക്സനോസ് തിരുമേനി, പിന്നീട് മലങ്കര സഭയുടെ പ്രകാശഗോപുരമായ പൗലോസ് തിരുമേൻ രണ്ടാമൻ ബാവായും ഇവിടെ താമസിച്ചു. ഞാനിവിടെ താമസിക്കുമ്പോഴാണ് എന്നെ പെർമാടം ദേറായിലേക്ക് പീലക്സിനോസ് തിരുമേനി ക്ഷണിച്ചു കൊണ്ടുപോയത്. ഈ ദേറായിൽ പിറമാടം സെന്റ് ആന്റണീസ് ഗസ്സിമോൻ ദേറായിൽ ഒരു അൽമായക്കാരനായി ഈ ദേറായിൽ കടന്നു വന്ന് വളരെയേറെ അധ്വാനിക്കുകയും ഇതിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കുകയും ചെയ്തു. ഈ ദേറായിൽ ശുശ്രൂഷിച്ചുകൊണ്ട് ശ്രേഷ്ഠ കാതോലിക്ക ബസേലിയോസ് പൗലോസ് ദിയൻ ബാവായുടെ ബാവാ തിരുമേനി മെത്രാപ്പൊലിത്തയായി, അതായത് പൗലോസ് മാർ പീലക്സീനോസ് തിരുമേനി ആയിരിക്കുന്നതായ സമയത്ത് അദ്ദേഹത്തോടൊപ്പം ഇവിടെ ശുശ്രൂഷിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രേഷ്ഠ ബാവായുടെ ഗുരുസ്ഥാനിയായ പൗലോസ് ദ്വിതീയൻ ബാവ ഏറെക്കാലം ചിലവഴിച്ച പിറമാടം ഗത്സിമോൻ ദയറ, ശ്രേഷ്ഠ പിതാവ് ഉപയോഗിച്ചിരുന്ന കട്ടിലും മെത്തയും. ബാവായെ
മലയക്കുരിശ് ദയറായിൽ കബറടക്കിയിരിക്കുന്നു. എൻ്റെ വളർച്ച മുഴുവൻ എൻ്റെ ഇടവകപ്പള്ളിയേക്കാൾ കൂടുതൽ എനിക്ക് ദൈവികാനുഗ്രഹങ്ങൾ ലഭിച്ചതും ഞാനൊരു സന്യാസി ആയിത്തീർന്നതും ഇവിടുന്നാണ്. എൻ്റെ അപ്പൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ഒരു വലിയ സന്യാസിയായിരുന്നു, CV എബ്രാഹിം കശീശ. അദ്ദേഹം ഇവിടെയാണ് ഖബറടങ്ങിയിരിക്കുന്നത്. അദ്ദേഹമാണ് എന്നെ ദേറ ജീവിതത്തിലേക്ക് നയിച്ചത്. അദ്ദേഹത്തെ കണ്ടാണ് ഞാൻ പഠിച്ചതും. ഇപ്പോൾ ഈ ദേറ പുതിയ പള്ളി പണിയിച്ചു കൊണ്ടിരിക്കുകയാണ്. പഴയ പള്ളി അകത്തു നിർത്തിക്കൊണ്ടാണ് പുതിയ പള്ളി പണിയുന്നത്. പിതാവായ കുര്യാക്കോസ് മാർ ദിയസ്കോറോസ് തിരുമേനി ഇവിടെ താമസിച്ച് അനുഗ്രഹിച്ച് ഇതിന് നേതൃത്വം നൽകുകയാണ്. ഈ ചുറ്റുപാടുകളുള്ള ജാതി മതഭേദമന്യുള്ള ആളുകൾ മുഴുവൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും. ഇവിടുത്തെ പെരുന്നാളുകൾക്ക് എല്ലാവരും വരും. അവർക്കൊക്കെ ഒത്തിരി അനുഗ്രഹമുണ്ടാകും. ഞാൻ ഇവിടെ നിന്നാണ് അച്ഛനാകാനായിട്ട് ഓമല്ലൂരിലേക്ക് പോയത്. പരിശുദ്ധ പിതാവായ യൂലിയോസ് ബാവ എന്നെ അച്ഛനാക്കിയതും ഈ ദേറായിലേക്കാണ്. മലയൽക്കുരിശ് ദേറ ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ശ്രേഷ്ഠ ബാവ തിരുമേനി ജനിച്ചു വളർന്ന പുത്തൻകുരിശ് വടയമ്പാടിയിലെ ചെറുവിള്ളിൽ തറവാട്. ബാവായുടെ ഭാഗ്യവതിയായ അമ്മ നട്ടുവളർത്തിയ പുളിമരമാണ് മുന്നിൽ. രോഗവിമുക്തനായ കുഞ്ഞൂഞ്ഞിനെ സത്യസുറിയാനി സഭയ്ക്ക് നേർച്ച നേർന്നത് അമ്മയാണ്. അമ്മയുടെ മുട്ടിപ്പായ പ്രാർത്ഥനയാണ് ബാവായുടെ പൗരോഹിത്യ വളർച്ചയ്ക്ക് നിദാനം. ഞങ്ങൾ 5 പേരായിരുന്നു. ബാവ 3ാമത്തെ ആളാണ്. 2 ചേട്ടന്മാരായിരുന്നു. ചേട്ടന്മാർ 2 പേരും മരിച്ചുപോയി. ഇനി ഞങ്ങൾ 3 പേരുണ്ട്. ബാവ ആണ് ഇനിയുള്ളൊരു മൂത്ത ആള്. ബാവ ഇവിടെ ഈ വീട്ടിൽ നിന്നാണ് പഠിക്കാൻ പോയത്. അപ്പനും അമ്മയും ഉണ്ടായിരുന്നു. അപ്പന് പോണ സമയത്ത് ദുഃഖമായിരുന്നു, അമ്മയ്ക്ക് സന്തോഷമായിരുന്നു. അപ്പന് പിന്നീട് വളരെ സന്തോഷമായി. ബാവ പട്ടയത്തൊക്കെ വന്ന് വളരെ സന്തോഷമായിട്ട് അച്ഛനായിരിക്കുമ്പോഴാണ് അപ്പം മരിച്ചു പോകുന്നത്. അമ്മ മരിക്കുന്നത് മെത്രാസിനായപ്പോൾ. മെത്രാസിന് അടുത്തുണ്ടായിരുന്നു അമ്മ മരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പൻ മരിക്കുമ്പോഴും അടുത്തുണ്ടായിരുന്നു, അച്ഛനായിരുന്നു. ശ്രേഷ്ഠ ബാവ എവിടെയും കുട്ടികളുമായി ചങ്ങാത്തത്തിലാണ്. ബാവായെ കണ്ട് ആദ്യം ഓടിയെത്തുന്നത് അവരാണ്. യേശുവിന്റെ അരികിലെത്തിയ പൈതങ്ങളുടെ സംതൃപ്ത ഭാവമാണ് ബാവായുടെ സാന്നിധ്യം കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. ആശ്ലേഷിച്ചും കവിളിൽ ചുംബിച്ചും താലോലിച്ചും ശ്രേഷ്ഠ പിതാവ് കുട്ടികളിൽ നിർവൃതി പകരുന്നു. അപ്പനും അമ്മയും കൂടെ നിൽക്കാൻ വാസ്തവത്തിൽ ഒരു ദേറ എന്നുള്ള നിലയിൽ പണിതതാണ് ഈ വീട്. ഈ വീട്ടിൽ താമസിച്ചാണ് ഞാൻ 4.5 വർഷം ഉപവസിച്ച് സന്യാസ ജീവിതത്തിന് പ്രതിജ്ഞയെടുത്തത്. ഈ വീടിനോടുള്ള ബന്ധം അതാണ്. അപ്പനും അമ്മയും ഇവിടെ വെച്ച് തന്നെ മരിച്ചു. എൻ്റെ വീട്ടുകാര് എല്ലാവരും പരിശുദ്ധ സഭയോട് സ്നേഹമുള്ളവരും ദൈവത്തെ അറിയുന്നവരുമാകുന്നു എന്ന് വളരെ സന്തോഷത്തോടെ അറിയിക്കാനുണ്ട്. ദൈവത്തിന് സ്തുതി. അമ്മ ഉണ്ടായിരുന്നപ്പോൾ മാസത്തിൽ ഒരിക്കൽ വരുമായിരുന്നു. അമ്മ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആണ്ടിൽ 1 പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യം. ബാബ പഠിക്കാൻ പോകുന്ന സമയത്ത് അപ്പന് ദുഃഖം ഉണ്ടാവാൻ കാരണം എനിക്ക് ആരോഗ്യത്തിന് മോശമായിരുന്നു. എനിക്ക് ഇത്ര അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ സഹായിക്കാനായിട്ട് വേറെ ആരുമില്ല. ഇവിടെ കഞ്ഞി വയ്ക്കാനും ഇതിനൊക്കെ വെള്ളം കൊണ്ടു തരണതും തേങ്ങ അരയ്ക്കണത് ഇങ്ങനെയുള്ള വിറക് കൊത്തണത് എല്ലാം ബാവയായിരുന്നു. അതുകൊണ്ടാണ് അപ്പന് ഈ ദുഃഖം ഉണ്ടാവാൻ കാരണം. അത് കഴിഞ്ഞ് ഞാൻ കുറെ കഴിഞ്ഞപ്പോൾ ഞാൻ കല്യാണം കഴിച്ച പിന്നെ ബുദ്ധിമുട്ടൊന്നുമില്ല, സന്തോഷമായി. അപ്പനും സന്തോഷമായി, കുടുംബത്തിൽ കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല പരിസ്ഥിതിയാണ്, ഒരു കുഴപ്പമില്ല.